Hello, Assalamu alaikum. How are you all? Are you happy today? Okay, I hope all are fine. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. Okay, now we are going to learn English. Let's listen to the last class once again. God made us all. A giraffe and a fox were best friends, but they were proud of themselves. The giraffe wanted to prove why it was important to be tall. The fox wanted to prove why it was important to be short. If I fail, I shall give up my long neck and make it short. If I fail, I shall give up my snout that I use to smell and eat good food. One day, while walking through a village, the friends reached a garden surrounded by a low wall. The fox could not enter because the wall did not have an opening. I can reach the juicy leaves on the tree by just stretching my neck. Now, would you be tall or short? While you were enjoying the leaves, I was eating the tasty mushrooms along the wall. Now, would you be tall or short? As they walked further down, they came to a garden surrounded by a high wall and a wicket gate. The fox entered the wicket gate as he was short. The giraffe was stuck outside since he was tall. After some time, the fox came out of the wicket gate. I just had my favorite vegetables from the garden for lunch. Now, would you be tall or short? I had the juicy oranges from this tree, whose branches extend outside the high wall. The friends decided to end the fight. The fox and the giraffe realized that each one could get the best things in life despite being tall or short. God has made us all. We should understand that each one of us is unique in our own way. Then next we are going to page number 14, vocabulary and pronunciation. Did you know, നിങ്ങൾക്കറിയോ, that animals make sounds? മൃഗങ്ങൾ ശബ്ദം ഉണ്ടാക്കും അല്ലേ? എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ദി കമ്മ്യൂണിക്കേറ്റ്, പരസ്പരം സംസാരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷികൾ, ബേർഡ്സ് ആൻഡ് അനിമൽസ് സംസാരിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നത് നിങ്ങൾക്കറിയൂലേ? മിയാവ് മിയാവ് സെയ്ഡ് ദ ക്യാറ്റ്. പൂച്ച എങ്ങനെ സംസാരിക്കുക? മിയാവ് മിയാവ്. എപ്പോഴാണ് പൂച്ച സംസാരിക്കുക? വെൻ ഷി ഹീസ് ഹാംഗ്രി. പൂച്ചക്ക് നന്നായി വിശക്കുമ്പോൾ എന്ത് ചെയ്യും? പൂച്ച മിയാവ് മിയാവ് എന്ന് പറയും. ദെൻ സിമിലറി അതർ അനിമൽസ് ഓൾസോ മേക്ക് സൗണ്ട്. ഇതുപോലെ മറ്റുള്ള അനിമൽസ് ആവട്ടെ, ബേർഡ്സ് ആവട്ടെ, പരസ്പരം സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കും. ഡു യു ഹാവ് ദ 2 കോളംസ് ബിലോ? താഴെ 2 കോളം നിങ്ങൾ കാണില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാച്ച് ദ കോളംസ്. മാച്ച് ചെയ്യണം. കോളംസ് എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. എങ്ങനെ ബന്ധിപ്പിക്കണ്ടേ? ബൈ ദ ലിസണിങ് ടു ദ സൗണ്ട് ഓഫ് അനിമൽസ്. നെക്സ്റ്റ് കോളത്തിൽ അനിമൽസ്, ബേർഡ്സിൻ്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട്, അത് മാച്ച് ചെയ്യണം. കൗ, ഹോഴ്സ്, ബേർഡ്, ക്രൗ, സ്നേക്ക്. നീ നീ. ചെർ ചെർ, മോ മോ, ഹിസ് ഹിസ്, കൗ കൗ. ഇതൊക്കെ അനിമൽസിൻ്റെ സൗണ്ടാണ്. ചിലത് ബേർഡ്സിൻ്റെ ഉണ്ട്. ഇത് അനിമലാണോ ബേർഡാണോ നോക്കിയിട്ട് എന്ത് ചെയ്യണം? കോളം മാച്ച് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സിനോണിംസ് വേർഡ്സ്? സിനോണിംസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ? ദ സിനോണിംസ് വേർഡ്സ് ആർ ദാറ്റ് ഹാവ് എ സെയിം. കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? സെയിം ആയി തോന്നും. അല്ലെങ്കിലോ നിയർ ദ സെയിം മീനിങ്, അല്ലെങ്കിൽ സെയിം മീനിങ് ആയിരിക്കും. 2 വേർഡിനും ഒരേ മീനിങ് ആയിരിക്കും, ഒരേ അർത്ഥമായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, സ്മാൾ.
ടിനി സെയിം മീനിങ് ആണ്. സ്മാൾ എന്ന് പറഞ്ഞാൽ ചെറുത്, ടിനി എന്ന് പറഞ്ഞാലോ സെയിം മീനിങ് തന്നെയാണ്. ബിഗ്, വാട്ട്സ് മീനിങ് ഓഫ് ബിഗ്? ബിഗ് മീൻസ് വലുത്, ഹ്യൂജ് മീൻസ് വലുത്. രണ്ടും സെയിം മീനിങ് ആണ് പറയാം. ഓക്കെ, സിനോണിംസ് വേർഡ്സ് ആർ ദാറ്റ് ഹാവ് എ സെയിം, കാണാൻ ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിലോ ദ സെയിം മീനിങ്, രണ്ടിനും ഒരുപോലത്തെ മീനിങ് ആയിരിക്കും ഉണ്ടാവുക. എവരിബഡി ഡു യു അണ്ടർസ്റ്റാൻഡ്? എല്ലാ ആളുകൾക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ സിനോണിംസ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ്. താഴെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകളുടെ സിനോണിംസ് വേർഡ്സ് എന്ത് ചെയ്യണം? മുകളിലുള്ള കോളത്തിൽ നിന്ന് കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് വെരി ലിറ്റിൽ ഫുഡ് ഇൻ മൈ ലഞ്ച് ബോക്സ്. എൻ്റെ ലഞ്ച് ബോക്സിൽ വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഉള്ളൂ. ലിറ്റിൽ എന്ന വേർഡിൻ്റെ താഴെ അണ്ടർലൈൻ ഉണ്ട്. നോ, ലെറ്റ്സ് റീഡ് ദ വേർഡ്സ് ഇൻ ദ കോളം. കോളത്തിലുള്ള വേർഡ്സെല്ലാം നമുക്കൊന്ന് വായിക്കാം. ക്ലീൻ, വാട്ട്സ് ദ മീനിങ് ഓഫ് ക്ലീൻ? ശുദ്ധമായത്. ലാർജ്, വലുത്. ഗ്ലാഡ്, ഹാപ്പി, സന്തോഷം എന്നൊക്കെ നമുക്ക് പറയാം. ടൈനി, ചെറുത്. ലെസ്, കുറവ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ എ, ഐ ഹാവ് വെരി ലിറ്റിൽ ഫുഡ് ഇൻ മൈ ലഞ്ച് ബോക്സ്. എൻ്റെ ലഞ്ച് ബോക്സിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് പറയാം, ഐ ഹാവ് വെരി ലെസ് ഫുഡ് ഇൻ മൈ ലഞ്ച് ബോക്സ്. ലിറ്റിൽ എന്നത് സെയിം മീനിങ് ആണ് ലെസ്, ദാറ്റ് ഈസ് synonyms words. The next one, a newborn baby has small toes and fingers. ഒരു ചെറിയ ബേബിക്ക് എന്തുണ്ടാവും? രണ്ട് ചെറിയ വിരലുകളും കാലുകളും ഉണ്ടാവും. എങ്ങനെ നമുക്ക് പറയാം? A newborn baby has tiny toes and fingers. Okay, then an elephant is big animal. എലിഫൻറ്റ് ബിഗ് അനിമൽ ആണ്. ആൻ എലിഫൻറ്റ് ഈസ് എ ലാർജ് അനിമൽ. ബിഗ്, ലാർജ്. ദെൻ ഫോർത്ത് സെൻറ്റൻസ്, വി ഷുഡ് കീപ്പ് അവർ ക്ലാസ് റൂം ടൈഡി. ടൈഡി മീൻസ് ക്ലീൻ. ഓക്കെ, വി ഷുഡ് കീപ്പ് അവർ ക്ലാസ് റൂം ക്ലീൻ. Then last question, Harry was pleased to meet his old friend. ഹാരി അവൻ്റെ പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. പ്ലീസ്, ഹാരി വാസ് ഗ്ലാഡ് ടു മീറ്റ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ വി വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും.